മഴക്കാലത്തും മഞ്ഞുകാലത്തും ഈ ഇൻഫെക്ഷൻ ഒരു കുട്ടിയിൽ നിന്നും മറ്റൊരു കുട്ടിയിലേക്ക് വളരെ റാപ്പിഡായി സ്പ്രെഡ് ചെയ്യുന്നതാണ് നമ്മൾ പൊതുവെ കാണുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ആദർശ് എസ് കുമാർ, കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ, KTCT ഹോസ്പിറ്റൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ ഇൻഫെക്ഷനെ പറ്റിയാണ്. H1N1, H3N2 എന്നീ വൈറസുകളാണ് കുഞ്ഞുങ്ങളിൽ ഇൻഫ്ലുവൻസ ഇൻഫെക്ഷൻ പ്രധാനമായും ഉണ്ടാക്കുന്നത്. മഴക്കാലത്തും മഞ്ഞുകാലത്തും ഈ ഇൻഫെക്ഷൻ ഒരു കുട്ടിയിൽ നിന്നും മറ്റൊരു കുട്ടിയിലേക്ക് വളരെ റാപ്പിഡായി സ്പ്രെഡ് ചെയ്യുന്നതാണ് നമ്മൾ പൊതുവെ കാണുന്നത്. ഇതിന്റെ രോഗലക്ഷണങ്ങൾ കടുത്ത പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന, ഛർദി, വയറിളക്കം, ശ്വാസം മുട്ട് മുതലായവയാണ്. എല്ലാ കുട്ടികൾക്കും ഇതിലെ എല്ലാ സിംറ്റംസും വരണം എന്നില്ല, പക്ഷേ എങ്കിലും ഏതെങ്കിലുമൊക്കെ ചില സിംറ്റംസ് ആയിരിക്കും ഓരോ കുട്ടികൾക്കും പ്രധാനമായും ഉണ്ടാവുക. സാധാരണ വൈറൽ ഇൻഫെക്ഷൻസിൽ നിന്നും വ്യത്യസ്തമായി പലപ്പോഴും പാരസെറ്റമോൾ കൊടുത്താലും മാറാത്ത രീതിയിലുള്ള 102, 103, 104 ഡിഗ്രി പനിയായിരിക്കും പലപ്പോഴും കുട്ടികളിൽ ഉണ്ടാവുന്നത്. അതുപോലെ ഇൻഫെക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ കടുത്ത പനിയോടുകൂടിയാകാം സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൊതുവെ നമ്മൾ വൈറസ് ഇൻഫെക്ഷനിൽ കാണാറുള്ളത് ചെറിയ ജലദോഷം, ചുമ, തൊണ്ടവേദനയൊക്കെ നിൽക്കുകയും 1-2 ദിവസത്തിന് ശേഷം പനി വരാറുമാണ് പതിവ്. എന്നാൽ H1N1 ഇൻഫെക്ഷൻസിന് ഡേ 1 മുതൽ തന്നെ നല്ല ഹൈ ഗ്രേഡ് ഫീവേഴ്സ് ഉണ്ടാവാറുണ്ട്. സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, CRP എന്നീ ബ്ലഡ് ടെസ്റ്റുകളിലൂടെയും H1N1 ഇൻഫെക്ഷന് വേണ്ടിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിജൻ ടെസ്റ്റുകളിലൂടെയും RT-PCR ടെസ്റ്റുകളിലൂടെയും നമുക്കിതിന്റെ രോഗസ്ഥിരീകരണം ചെയ്യാവുന്നതാണ്. എന്നാൽ ന്യൂമോണിയ, ശ്വാസമുട്ട് ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു എക്സ്റേയും ആവശ്യം വരാറുണ്ട്. രോഗത്തിന്റെ സിവിയറിറ്റി അനുസരിച്ച് പ്രധാനമായും 3 കാറ്റഗറികളായിട്ടാണ് രോഗികളെ വേർതിരിക്കുന്നത്. കാറ്റഗറി A, B ആൻഡ് C. കാറ്റഗറി A എന്നാൽ ചെറിയ പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന ഇതൊക്കെയാണ്. പലപ്പോഴും ഇങ്ങനെയുള്ളവർക്ക് ഒസൽട്ടാമിവർ എന്നുള്ള ആന്റിവൈറൽ മരുന്ന് പോലും നമുക്ക് ആവശ്യം വരാറില്ല. അവർക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ സാധാരണ പനിക്കും ചുമയ്ക്കും ജലദോഷത്തിനും കൊടുക്കുന്ന മരുന്നുകൾ വഴി നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുന്നു എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാറ്റഗറി ബിയിൽ പെടുന്നത് ഓൾറെഡി ആസ്മ, ശ്വാസം മുട്ട് അങ്ങനെയുള്ള ശ്വാസകോശ അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം, അതല്ലെങ്കിൽ ലോങ് ടേമായി സ്റ്റിറോയിഡ്സ് കഴിക്കുന്ന ഈ പറഞ്ഞ എന്തെങ്കിലും കോമോർബിഡിറ്റീസ് ഉള്ള കുട്ടികളാണ് കാറ്റഗറി ബിയിൽ പെടുന്നത്. അവർക്ക് ഈ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അത് വളരെ കഠിനമാകാനും അവർക്ക് അതിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ കൂടാനുമുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെയുള്ളവർക്ക് ഒസൽട്ടാമിവർ എന്ന ഇൻഫ്ലുവൻസയ്ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിവൈറൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ രോഗത്തിന്റെ സിവിയറിറ്റി അനുസരിച്ച് ചിലരെ നമുക്ക് വീടുകളിൽ വെച്ച് തന്നെ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ ബുദ്ധിമുട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ചികിത്സിക്കേണ്ടി വരും. കാറ്റഗറി C ഇൻഫെക്ഷൻ എന്നാൽ ന്യൂമോണിയ, അതികഠിനമായ ശ്വാസം മുട്ട്, ചുണ്ടിലെയും കൈകാലുകളിലെയും നീലനിറം, BP കുറയുക, പരസ്പര ബന്ധമില്ലാതെയുള്ള സംസാരം എന്നീ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അവർക്ക് നിർബന്ധമായും ഹോസ്പിറ്റൽ കെയറും അതോടൊപ്പം ഒരുപക്ഷെ ICU കെയർ വരെ വേണ്ടി വരേണ്ട ആവശ്യം ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്കും നമുക്ക് ഒസൽട്ടാമിവർ എന്ന മരുന്ന് സ്റ്റാർട്ട് ചെയ്യുകയും അതോടൊപ്പം ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾക്ക് വേണ്ട സപ്പോർട്ടീവ് മെഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും വേണം. അങ്ങനെ നമുക്ക് ഈ ഇൻഫ്ലുവൻസ ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാം. നമ്മുടെ വീട്ടിലോ അയൽപ്പക്കത്തോ ഒരാൾക്ക് ഇൻഫ്ലുവൻസ ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായും മാസ്ക് ധരിക്കുക. നമ്മൾ കോവിഡ് സമയത്ത് ചെയ്തിരുന്ന പോലെ തന്നെ നിർബന്ധമായും ഹാൻഡ് വാഷ് ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യുക, ഹാൻഡ് റബ് ഉപയോഗിക്കുക. അതോടൊപ്പം ഈ പറഞ്ഞ ഹൈ റിസ്ക് ആൾക്കാർ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ, അതായത് ഒരുപാട് പ്രായമായവർ, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, ഗർഭിണികൾ, അതുപോലെ തീരെ 1 വയസ്സിൽ താഴെ പ്രായമുള്ള ചെറിയ കുട്ടികൾ, ഇങ്ങനെയുള്ളവർക്ക് പ്രൊഫൈലാക്സിസ് ട്രീറ്റ്മെന്റും അവൈലബിൾ ആണ്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഒസൽട്ടാമിവറിന്റെ തന്നെ ടാബ്ലറ്റോ അതല്ലെങ്കിൽ സിറപ്പ് ഫോമിലുള്ള മരുന്നുകളോ 7 മുതൽ 10 ദിവസം വരെ പ്രൊഫൈലാക്സിസ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ സീസണലായി കാണപ്പെടുന്ന അസുഖമാണ് ഈ ഒരു ഇൻഫ്ലുവൻസ ഇൻഫെക്ഷൻ. മഴക്കാലത്തും മഞ്ഞുകാലത്തുമാണ് ഇതിന്റെ സ്പ്രെഡ് ഒരുപാട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലുവൻസ വാക്സിൻ കുട്ടികളിൽ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 6 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കാവുന്നതാണ്. 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ആദ്യമായി വാക്സിൻ എടുക്കുമ്പോൾ 1 ഡോസ് തന്നെ എടുത്താൽ മതിയാവും. അതിനുശേഷം വർഷാവർഷം ഓരോ ഡോസ് എടുക്കുക. അത് അവരുടെ അലർജി, ആസ്മ പ്രശ്നങ്ങളൊക്കെ കുറയുന്നതനുസരിച്ച് നമുക്ക് അതിന്റെ ഡോസ് പിന്നീട് എന്ത് ചെയ്യാനും പറ്റും, കുറയ്ക്കാനും പറ്റും. താങ്ക് യു.